പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ് മനുവിൻ്റെ ജീവിതത്തിൽ. വിവാഹത്തിൻ്റെ ആദ്യ ദിനം തന്നെ തകർക്കണമെന്നുള്ള തീരുമാനവുമായി മനുവിൻ്റെ റിലേറ്റീവ് ഉറക്ക ഗുളിക കൊടുത്തതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നത്. ഇതോടെ പിറ്റേന്ന് വാതിൽ തുറന്ന് അവിടേക്ക് എത്തുമ്പോഴാണ് അഞ്ജലിയുമായി ആദ്യ രാത്രി തകർത്ത് മനു ആഘോഷിച്ചു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ഇതോടെ നീ സ്നേഹയുമായുള്ള സ്നേഹബന്ധം മറന്നു എന്ന് വീട്ടുകാർ ചോദിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ മരുന്നിൻ്റെ കെട്ട് അറങ്ങാത്ത മനു സ്നേഹയല്ല അഞ്ജലിയെയാണ് ഇഷ്ടമെന്ന് പുലമ്പുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എന്തൊക്കെയാടാ നീ വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യത്തിൽ വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് വീട്ടുകാർ. പക്ഷേ ഇതേ തുടർന്ന് ബോധം തിരിച്ചെടുക്കുകയാണ് മനു. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനുവിന് മനസ്സിലാകുന്നുമില്ല. മനുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന വീട്ടുകാർ നിന്നെ റൂമിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അറിയാനാണ് ഞാനിവിടെ വന്നത് എന്നും അത് കൃത്യമായി പറയാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ തനിക്കുമൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന മനു താൻ ആ പാല് കുടിച്ചത് മാത്രമാണ് തനിക്ക് വ്യക്തമായി ഓർമ്മയുള്ളത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് സത്യമായിട്ടും ഓർമ്മയില്ല. എന്തോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇതോടെ നീ വേഗം തന്നെ അഞ്ജലിയെ ചെന്ന് കണ്ട് തന്ത്രത്തിൽ അവിടെ എന്താണ് നടന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്. നിന്റെ ട്രൂ ലവിനെ കുറിച്ചൊന്നും ഇനി എന്നോട് സംസാരിക്കരുത്. ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കിയവനാണ് നീ. അതുകൊണ്ട് തന്നെ സ്നേഹയോടുള്ള അഗാധ പ്രണയം നീ ആ ഒരു ദിവസം കൊണ്ട് തന്നെ മറന്നു കളഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീ ഉടൻ തന്നെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കട എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് മനുവിനെ. ഇതോടെ മനു അഞ്ജലിയുടെ അടുത്തേക്ക് വരികയും അഞ്ജലിയോട് എങ്ങനെയാണ് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുക എന്നറിയാതെ പകച്ചു പോവുകയും ചെയ്യുന്നു. എന്നാലും കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് അറിയുന്നതിനായി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് തന്നെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും നമ്മുടെ അഞ്ജലി പറയുന്നത്. ഇതോടെ മനുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് മനു ചോദിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല അതിനുശേഷവും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം അഞ്ജലി പറഞ്ഞതിനെ തുടർന്ന് മനു അവിടെ നിന്ന് വിയർക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ അഞ്ജലി പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ്. താൻ നുണ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനു ഇറങ്ങിപ്പോയത് എന്ന് അഞ്ജലി മനസ്സിൽ പറയുകയും ചെയ്യുന്നു. ഇതേ സമയം കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്നാണ് തൻ്റെ സുഹൃത്തിനെ ചെന്ന് കാണുന്ന മനു പറയുന്നത്. പക്ഷേ എന്നാലും തനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ആദ്യ ദിവസം തന്നെ അവളോട് സ്നേഹയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിനായി റെഡിയായി ഇരുന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതോടെ ഇനി എന്താണ് നിന്റെ തീരുമാനമെന്ന് ചോദിക്കുകയാണ് അവർ. ഇത് കേൾക്കുന്ന മനുവാകട്ടെ കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിക്കാതെ അവിടെ പകച്ച് നിന്നു പോവുകയും ചെയ്യുന്നു. തനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയുന്നില്ല എന്ന് മനു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അവളെ ഉപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനും ഒരു വ്യക്തമായ മറുപടി തനിക്കിപ്പോൾ പറയാനില്ല. എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഉടൻ തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കണം. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഉള്ള സ്നേഹയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന്
കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്നേഹയുടെ ഇപ്പോഴത്തെ പരിക്കുകളെല്ലാം മാറി എന്ന് ഡോക്ടർമാർ പറയുകയും ഇനി കുറച്ചുനാൾ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്നേഹയെ ചെന്ന് കാണാൻ മനു തയ്യാറാവുകയാണ്. മനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന സ്നേഹ ഇനി മനു തന്നെ എന്നേക്കുമായി സ്വന്തമാക്കാൻ വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതോടെ സ്നേഹയോട് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ മനു വന്ന് നിന്നുപോകുന്നു. എങ്ങനെയാണ് അഞ്ജലിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടുക എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മനു ചെയ്യുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മനു തിരിച്ചറിയുകയും ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ അഞ്ജലിയോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയാതെ നിന്ന് വീണ്ടും വിയർക്കുന്നു. പക്ഷേ അഞ്ജലിയാകട്ടെ മനുവിനെ തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും മനുവിനെ താൻ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തത് മനുവിന് സുപ്രധാനമായ തിരിച്ചടി ആയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.